സാർ പ്ലീസ് സാർ, ഞാനത് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുമായിരുന്നു സാർ. തന്നെ കൊണ്ട് ഇതിനൊന്നിനും കൊള്ളില്ല എന്ന കാര്യം താൻ തന്നെ വ്യക്തമാക്കിയിരിക്കുക. ഞാൻ വരും, എന്റെ കുടുംബക്കാരെ ആദ്യമായി കാണും. തനിക്ക് പോകാനൊരു സ്ഥലം പോലുമില്ല, അച്ഛനുമില്ല, അമ്മയുമില്ല. പിന്നെ ഇവിടെ നിറങ്ങിയ താൻ എങ്ങോട്ട് പോവും? അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. എവിടേക്കാണെങ്കിലും ഞാൻ പോയി തന്നേക്കാം. പക്ഷേ എന്റെ പണം അതെനിക്ക് വേണം. ഗിരി കമ്പനിയിലേക്ക് കൊണ്ടുപോകാൻ വെച്ച പണത്തില് 2 ലക്ഷം കുറവുണ്ടെന്ന്. ആരാ പറഞ്ഞത് കുറവുണ്ടെന്ന്? സോജനല്ലേ എണ്ണി നോക്കിയത്? ഇവന് തെറ്റുപറ്റൂ? അങ്ങനെയാണെങ്കിലേ കാശ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തിട്ടുണ്ടാവും. ഇല്ല, പൈസ മുഴുവനാ ഉണ്ടായിരുന്നെന്ന് ഗിരി എന്നോട് ഉറപ്പ് പറഞ്ഞതാ. അപ്പൊ പിന്നെ കാശ് ഇവിടെ വെച്ച് കാണാതായെന്നാണോ പറഞ്ഞു വരുന്നത്? ഗിരി പറഞ്ഞു വെച്ച് നോക്കുമ്പോ അതാണ് ശരിയെന്ന് തോന്നുന്നു. ഏതായാലും അവൻ തൽക്കാലം ഈ തുക കൊണ്ട് ചെല്ലാനാ പറഞ്ഞത്. ബാക്കി കാര്യങ്ങള് അവൻ വന്നിട്ട് തീരുമാനിക്കട്ടെ. ഇവിടെ അവന്റെ പണം എടുക്കാൻ ആരുമില്ലെന്ന് അവന്റെ ഒന്ന് പറഞ്ഞേക്ക്. കൊണ്ടുവന്നപ്പോ മുഴുവനായി ഉണ്ടായിരുന്നുവെന്ന് ആദ്യം നിന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ നേരത്തെ ചോദിച്ചതാ അമ്മാവ. ഏതായാലും ഞാൻ ഇറങ്ങും അമ്മേ. ബാക്കി കാര്യങ്ങള് ഗിരി വന്നിട്ട് തീരുമാനിക്കും. അവൻ പണം ഉണ്ണുമ്പോ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല, അതുകൊണ്ട് ചോദിച്ചതാ. നീ എന്തൊക്കെയാ സദാനന്ദ ഈ പറയുന്നേ? സോജന ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഗിരിയായിട്ടുള്ള ബന്ധം. അവനും ഇവിടുത്തെ കുട്ടിയായിട്ട് വളർന്നവനാ. ചേച്ചിക്ക് പിന്നെ എല്ലാരും മക്കളാണല്ലോ, അതെത്ര പറഞ്ഞാലും മാറില്ല. ഏതായാലും സോജന അതിന്റെ ആവശ്യമില്ല. അവന്റെ അപ്പൻ അപ്പൂപ്പന്മാരായി ഇഷ്ടം പോലെ സമ്പാദിച്ചു വച്ചിട്ടുള്ള കുടുംബത്തിലെ അവൻ ജനിച്ചത്. അവന്റെ മുമ്പിൽ വെച്ച് നീ ഇങ്ങനെയൊന്നും പറയാതിരുന്ന നല്ലത്. എനിക്കൊരുത്തനെ പേടിയില്ല, പറയാനുള്ള ഞാൻ നേരിട്ട് തന്നെ പറയുകയും ചെയ്യും. കാശ് പോയത് ഇവിടെ വെച്ചല്ലേ? അവനെന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലേ നീ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. അവൻ എന്ത് വിളിച്ചു പറയാനാ? കാശ് ശ്രദ്ധിക്കാതെ കൊണ്ടുവന്നിട്ട് നശിപ്പിച്ചു. അതും പോരാഞ്ഞ് എന്നോട് കുതിര കയറാൻ വരുമെന്നോ? എങ്ങനെയൊന്ന് കാണട്ടെ. നീ ഒന്നും മിണ്ടാതിരിക്കാമോ? നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പുറത്ത് ഹാള് ബുക്ക് ചെയ്യാമായിരുന്നു. ഏതായാലും കുറച്ച് വിശാലമായി നടത്താനല്ലേ തീരുമാനിച്ചത്? ആര് തീരുമാനിച്ചു? എന്റെ പൊന്നു ശാരദേ, ഞാൻ വീണ്ടും പറയുക, ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ സമാധാനമില്ലാതിരിക്കുക. ഞാനെന്തിനാ നിർബന്ധം പിടിക്കുന്നത്? ഇതൊന്നും എന്റെ നിർബന്ധമല്ല. ദീപുവിനാണ് നന്നായി ആഘോഷിക്കണമെന്ന് നിർബന്ധം. തന്നോടുകൂടി ആ ദീപ് പറയുന്നത്. വെറുതെ ഇതൊരു വലിയ സംഭവം ഒന്നും ആക്കേണ്ട കാര്യമില്ല. പിറന്നാളിൽ വരികയും പോവുകയും ചെയ്യുന്നത് സാധാരണമല്ലേ? ഒരു വിധത്തിൽ പറഞ്ഞ അമ്മവൻ പറയുന്നതല്ലേ ദീപു ശരി? ഈ ഒരു സമയത്ത് കുടുംബാംഗങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി ഇങ്ങനൊരു പരിപാടി ആവശ്യമാണോ? രജിതയുടെ നിർബന്ധമാണ് അമ്മവ, അല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഫാമിലിയൊക്കെ അവള് ആകെ തകർന്നു പോയെന്ന് കരുതി നിൽക്കുകയാണെന്നാണ് അവളുടെ കണ്ടുപിടുത്തം. പണ്ടും അവൾക്ക് അവളുടെ വശം ജയിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ കുടുംബക്കാരെ അറിയിക്കാൻ വേണ്ടിയാവും ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. അവളുടെ ഭർത്താവിന്റെ ആദ്യ ഭാര്യ തിരിച്ചു വന്ന വിവരം എല്ലാരും അറിഞ്ഞ സ്ഥിതിക്ക് അവൾക്കൊരു കുഴപ്പമില്ലെന്ന് 4 പേരെ അറിയിക്കണമല്ലോ. എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ നേരെയാക്കുകയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ദൈവമേ. അമ്മ വിഷമിക്കണ്ട, ഓരോ പാഠങ്ങളായി അവള് പഠിച്ചു വരിക, എല്ലാം ശരിയാവും. എനിക്ക് തോന്നുന്നില്ല അവളെ ഒരുപാട് പഠിപ്പിക്കാനുള്ള ശേഷിയൊന്നും ആ വസുധയ്ക്കില്ല. അങ്ങനെയൊന്നും ഇല്ല അമ്മായി. ചെയ്ത തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് അവള് നമ്മുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും, മാപ്പും പറയും. നിങ്ങൾ നോക്കിക്കോ. തിരിച്ചു വന്ന അവക്ക് കൊള്ളാം. അല്ലാതെ ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്റെ സമ്പാദ്യങ്ങളൊന്നും അവളുടെ ഭർത്താവിന്റെ ആർഭാടത്തിന് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കില്ല. ശരിയാണ്. സ്വന്തം ഭാര്യയുടെ സകല സ്വത്തുക്കളും വിട്ടുകളഞ്ഞ്
ആ പണം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞില്ലേ? കോടിക്കണക്കിന് രൂപ ആർഭാടം കൊണ്ട് ഒരു രൂപ പോലും അവശേഷിക്കാത്ത വിധത്തിൽ നശിപ്പിച്ചു കളഞ്ഞു. അവനെ പിന്നെ എങ്ങനെ വിശ്വസിക്കും? എല്ലാം ശരിയാവും അമ്മായി. ഏതായാലും അവളുടെ ആഗ്രഹപ്രകാരം തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. നമ്മളായിട്ട് അവളെ നിരുത്സാഹപ്പെടുത്തണ്ട. ശരി, അവളുടെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ. ഏതായാലും അച്ഛനോട് സ്നേഹം കൊണ്ടൊന്നുമല്ല എന്റെ മോൾ അച്ഛന്റെ പിറന്നാൾ ആഘോഷിക്കാൻ തിടുക്കം കൂടുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ, നടക്കട്ടെ. ഒരുപാട് പേരൊന്നും വേണ്ട. അത്യാവശ്യം കുറച്ച് ബന്ധുക്കൾ മാത്രം മതി. അതിനിപ്പോ എന്തിനാ പുറത്ത്? ഇവിടെ തന്നെ ചെയ്യാലോ. അതെ, ഇവിടെ മതി. ഇനിയിപ്പോ അതിന്റെ പേരില് പുറത്ത് ഹാളൊന്നും ബുക്ക് ചെയ്യണ്ട. ഇവിടെ വെച്ച് മതിയെന്ന് ഞാൻ തീരുമാനിച്ചെന്ന് നീ രജിതയോട് പറഞ്ഞേക്ക്. ഞാൻ പറയാം, പക്ഷേ അതവൾക്ക് മനസ്സിലാവുമോ എന്തോ. ഇതവള് അമ്മാവന്റെ കല്യാണം പോലെ കൂടാനാ പ്ലാൻ ചെയ്യുന്നെന്ന് തോന്നുന്നു. അവളുടെ ഒരു പ്ലാനിങ്ങും നടക്കില്ല എന്ന് പറഞ്ഞേക്ക്. ഇത് തന്നെ അധികമാണ്. വിഷമിപ്പിക്കണ്ട കരുതിയിട്ടാ. ഇത്രയും വർഷവും അവളുടെ അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അന്നൊന്നും ഇതുപോലുള്ള പ്രഹസനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. സാരമില്ല, ഒന്നും പറയാൻ പോണ്ട. ഇനിയിപ്പോ അതിന്റെ പേരിൽ മുഖം വീർപ്പിച്ച് നടക്കും. അല്ലെങ്കിൽ തന്നെ ടെൻഷൻ ആവും അവക്ക്. ചിലപ്പോ നമ്മുടെ കുടുംബക്കാര് തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ വിഷമം തീർക്കാനാവും ചിലപ്പോ. കുടുംബക്കാരൊക്കെ പറയാതിരിക്കുവോ? അത് സ്വാഭാവികമല്ലേ. ഇതൊക്കെ ആദ്യമേ ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ. അവൾക്ക് ഇതാണ് സന്തോഷമെങ്കിൽ അങ്ങനെ ആവട്ടെ. തൽക്കാലം നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനായിട്ടൊന്നും പറയുന്നില്ലേ എന്ന് കരുതി അവളുടെ എല്ലാ തല്ലുകൊള്ളിത്തരത്തിനും നമ്മൾ ചുട്ടുപിടിക്കേണ്ട കാര്യമില്ലല്ലോ. തെറ്റ് തിരുത്തി വരാനുള്ള സമയമാണിത്. അതാദ്യം അവൾ മനസ്സിലാക്കട്ടെ. അതിനെക്കുറിച്ചൊന്നും അമ്മാവൻ ടെൻഷനാവണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി, ഏതായാലും കാര്യം നടക്കട്ടെ. വാടോ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നീ ഒന്ന് വിളിച്ചത് പോലും ഇല്ലല്ലോ മോനെ. അപ്പൊ പിന്നെ മിനിഞ്ഞാന്ന് വിളിച്ചത് അമ്മ മറന്നുപോയോ? പൈസയുടെ കാര്യമൊക്കെ അമ്മയല്ലേ ഏൽപ്പിച്ചിരുന്നു. അതൊന്നും പറയണ്ട എന്റെ കുഞ്ഞെ. എന്താ സംഭവിച്ചെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കാശ് കുറവാണെന്ന് സോജൻ പറഞ്ഞത് പിന്നെ ഞാനൊന്നും മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിയിട്ട് പോലുമില്ല. അമ്മ എന്തിനാ ഉറങ്ങാതിരിക്കുന്നത്? അത് കുഴപ്പമില്ലെന്ന് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞതല്ലേ. നമ്മളിങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നു വന്നല്ലേ അമ്മേ. അതൊക്കെ ശരി തന്നെയാ മോനെ. പക്ഷേ പണം കാണാതാവുക എന്നതിനർത്ഥം ആരോ മോഷ്ടിച്ചു വന്നല്ലേ. എന്നിട്ടും നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. അത് സാരമില്ല, അമ്മ ഇനി ശ്രദ്ധിച്ചാൽ മതിയല്ലോ. ഇതുവരെ നമ്മുടെ വീടാണല്ലോ എന്ന് കരുതിയ ഞാൻ ഷെൽഫ് കൂട്ടി താക്കോലോടെ തന്നെ വെക്കാറ്. ഇനി താക്കോൽ അമ്മ വെച്ചാ മതി. അത് മതി. ഇന്നത്തെ കാലം ഉറപ്പില്ലാതെ ആരെയും ഒന്നും പറയാനും കഴിയില്ല. നമുക്ക് ശ്രദ്ധിക്കാന്ന് മാത്രം. ഏതായാലും അമ്മയും മോനോട് സംസാരിക്കുക. ഞാൻ പോയിട്ട് വരാം. ബാക്കി കാര്യങ്ങള് നമുക്ക് ഓഫീസിൽ വെച്ച് സംസാരിക്കാം. ആ എടാ നീ വാ, അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാം. വേണ്ടടാ, സമയമില്ല. അവള് കാത്തിരിക്കുന്നുണ്ടാവും. നീ ചെല്ല്. എങ്കി വാ മോനെ, നമുക്ക് കഴിക്കാം. ശരി അമ്മ. ശരി മോനെ. എന്നാ ശരിയമ്മേ. വാ വാ. എന്നാലും 2 ലക്ഷം രൂപയൊക്കെ ആരെടുത്തോണ്ട് പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ സോജന തന്നെയാ സംശയം. അവൻ എന്തോ ഒരു കള്ളത്തരമുണ്ട്.
അവനല്ലാതെ വേറെ ആരും പുറത്തുനിന്ന് ഈ വീട്ടിൽ വന്നിട്ടില്ല. അപ്പൊ പിന്നെ അവനല്ലാതെ മറ്റാരാ? പക്ഷെ അവനെ കുറിച്ചൊന്നും പറയാനും കഴിയില്ലല്ലോ. അപ്പൊ ചേച്ചിക്ക് അത് ഇഷ്ടപ്പെടില്ല. അവനെ ചേച്ചിക്ക് പിറക്കാതെ പോയ മകനാണത്രേ. അത് ചിലപ്പോ കബോർഡിൽ തന്നെ ഉണ്ടാവും. ഇവിടെ ഇപ്പൊ ആർക്കാ അവരുടെ പൈസയ്ക്ക് ആവശ്യം? അത് തന്നെ ഞാനും പറഞ്ഞത്. നീ അറിയാതെ ആ പൈസ എങ്ങോട്ടും പോവില്ല. സത്യം പറയടി, നീയല്ലേ ആകാശം എടുത്തത്? സത്യം പറയടി, നിനക്കെന്താ ഇത്ര ആലോചന? നീ ആ കാശെടുത്ത് മറ്റേ പയ്യന് കൊടുത്തു അല്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അവനാണെങ്കിൽ വിവാഹം വരെ കാത്തു നിൽക്കാൻ കഴിയില്ലെന്ന് അങ്ങനെ പറയുമ്പോ നീ എന്താടി തമാശ പറയുവാണോ? എന്ത് ധൈര്യത്തിലാ നീ അവന്റെ മുറിയിൽ കയറി പണം എടുത്തത്? എത്ര ഉള്ളവനായാലും അവരവരുടെ പണത്തിന് കൃത്യമായൊരു കണക്കുണ്ടാവും. എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല അമ്മേ. അവൻ എന്നെ ഒരു വിധത്തിലും വിടുന്നില്ല. എന്റെ പൊന്നു കുഞ്ഞെ, ഒന്നും നോക്കാതെ ഇങ്ങനെ എടുത്തു ചാടല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ ഗിരിയുടെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ ജീവിക്കേണ്ടവളാ നീ. അതിനു മുൻപ് തന്നെ നിന്നൊരു മോഷണ കേസ് കൈയോട് പിടിച്ച എന്തായിരിക്കും അവസ്ഥ? അതിനു മുമ്പേ തന്നെ ആ പിശാച് ജീവിതം നശിപ്പിക്കും, അത് ഉറപ്പാ. നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതാ ആളും തരവും നോക്കി കൂട്ടുകൂടണമെന്ന്. അന്ന് നിങ്ങൾ എന്നോട് ഗിരിയേട്ടിന് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ അതില് തെറ്റ്? പിന്നെ തെറ്റല്ലാതെ അവൻ നല്ലവനായിരുന്നെങ്കിലേ ഇന്ന് ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമെന്ന് നീ കരുതുന്നുണ്ടോ? തൽക്കാലം ഗിരിയേട്ടനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അമ്മയായിട്ടൊന്നും അറിയിക്കാതിരുന്നാ മതി. ഞാനായിട്ട് പറഞ്ഞിട്ട് വേണോ അവനതറിയാൻ? നീ പ്രാർത്ഥിച്ചോ അവനതറിയാതിരിക്കാൻ? ചേച്ചി അറിഞ്ഞാലും മതി. പിന്നെ ഇവിടുന്ന് അടുത്ത നിമിഷം ഇറങ്ങേണ്ടി വരും എല്ലാം. അല്ല, അമ്മയും നിഷയുടെ? ഇന്നലെ നിമിഷ വിളിച്ചിരുന്നു. കുഞ്ഞിന് തീരെ സുഖമില്ല. അമ്മയൊന്ന് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞു. അമ്മയെ തനിച്ചിടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നിഷയും കൂടെ പോയി. അല്ലെങ്കിൽ അവൾ ഇവിടെ നിന്നേനെ. അല്ല, എന്നിട്ട് അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലോ? എന്നോട് പറഞ്ഞിരുന്നു. സനീഷേട്ടൻ എഴുന്നേക്കുന്നതിന് മുന്നേ അവര് പോയി. അവരെത്തിയിട്ട് വേണം കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാനായിട്ട്. കുഴപ്പമില്ല, നിഷ വീട്ടിലേക്ക് എത്തിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ അവളെ വിളിച്ചോളാം. അതെ സനീഷേട്ടാ, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? ഇന്നലെ പർച്ചേസ് ചെയ്തതാ. വളരെ നന്നായിട്ടുണ്ട്. ഇനിയിപ്പോ ഇറങ്ങിയാലോ? ആ. അല്ല, സച്ചു ഇവിടെ? അവൻ റെഡിയായില്ല ഇതുവരെ? എന്തിനാ ഇപ്പൊ സച്ചു? ഇനിയിപ്പോ അവനെ കൊണ്ടുപോവാൻ അവളോട് പോയി ചോദിക്കണ്ടേ? എനിക്കൊന്നും വയ്യ, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നോക്കേ. അതല്ല, സച്ചുവിനെ കൊണ്ടുപോയില്ലെങ്കിൽ അവിടെ എല്ലാരും ചോദിക്കില്ലേ? നിന്റെ അച്ഛന്റെ അമ്മയുടെ റിലേറ്റീവ്സ് ഉണ്ടാവില്ലേ? എന്താ ഇത്ര ചോദിക്കാൻ? സ്കൂളിൽ പോയെന്ന് പറഞ്ഞാ പോരെ? അങ്ങനെയല്ല, നമ്മൾ എല്ലാവരും ചെല്ലുമ്പോ സ്വാഭാവികമായും സച്ചു എവിടെയാണെന്ന് എല്ലാവരും ചിന്തിക്കും. അതുമാത്രമല്ല, അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും സച്ചു വസുധയുടെ കൂടെയാണെന്ന്. രജിത, അത് വേണോ? മാത്രമല്ല, അമ്മയും നിഷയും കൂടെ വരുന്നില്ല. അപ്പോ എല്ലാവരുടെ മുന്നില് നമ്മൾ നോട്ടപ്പുള്ളികളായിരിക്കും. നിന്റെ ബന്ധുക്കൾ വരുന്നത് തന്നെ കാര്യങ്ങൾ കിടപ്പെന്താണെന്ന് അറിയാനായിരിക്കും. അതിനിടയ്ക്ക് നമ്മളായിട്ട് തന്നെ ഒരു കാരണം ഉണ്ടാക്കി കൊടുക്കണോ? എന്തായാലും ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. ഏതായാലും വരട്ടെ, അല്ലെങ്കിൽ പിന്നെ അവിടെ വെച്ച് നമ്മൾ കൊണ്ടുപോകാത്തതിന് വിഷമിക്കും. ഇനി ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് കൊണ്ടുപോകാണ്ടിരിക്കണ്ട. ഞാൻ പോയി വിളിച്ചിട്ട് വരാം.
വേണ്ട, ഞാൻ പോയി വിളിച്ചോളാം അവനെ. വേണ്ട, ഞാൻ തന്നെ പോവാം. ആവശ്യം എന്റേതല്ലേ, ഞാൻ തന്നെ ചോദിച്ചോളാം. പക്ഷെ ഒറ്റ പ്രാവശ്യം ഞാൻ ചോദിക്കുള്ളൂ. അവള് സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് പോവാം. എന്തായാലും നീ ഒന്ന് ചോദിച്ചു നോക്ക്. ആ, നിങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് വരില്ലേ? അമ്മയ്ക്ക് വരാൻ കഴിയുമെന്ന് അറിയില്ല ഏട്ടാ. ഇവിടെയാണെങ്കിൽ നിഷയുടെ കൂടെ ആരുമില്ല. ഞാൻ ഏതായാലും വരും. അവിടെ എന്തായി? നിങ്ങൾ ഇറങ്ങിയോ? ഇല്ല, ഞങ്ങൾ റെഡിയായി. രജിത സച്ചുവിനെ വിളിക്കാൻ പോയിരിക്കുക. അപ്പൊ സച്ചു വരുന്നില്ലേ? അവൻ നിങ്ങളുടെ കൂടെ വരേണ്ടല്ലേ? അവ റെഡിയായെന്ന് നോക്കാനാ രജിത പോയത്. ഇനിയിപ്പൊ എന്തൊക്കെ ആകുമെന്തോ. എന്താവാൻ? എനിക്ക് തോന്നുന്നത് സച്ചുവിനെ വസത അയക്കില്ലെന്നാ. അതുകൊണ്ടാവും കൊച്ചു റെഡിയാവാത്തെ. അത് അവള് മാത്രം തീരുമാനിച്ച പോരല്ലോ. എന്റെ വൈഫ് ഹൗസിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോ എന്റെ മോൻ പങ്കെടുക്കണോ വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ഇനിയിപ്പൊ നീയും കൂടെ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കണ്ട. രജിത പോയിട്ടില്ലേ, അത് തന്നെ ധാരാളം. അവൾ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. അതിന്റെ ഇടയിൽ നീ കൂടെ കയറി കാര്യങ്ങൾ മൊത്തത്തിൽ വഷളാക്കരുത്. പക്ഷേ സച്ചു വന്നില്ലെങ്കിൽ എല്ലാരും ചോദിക്കില്ലേ? അപ്പൊ നമുക്ക് സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം ആണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷയാണെന്നോ ഒക്കെ പറയാം. ഇതൊന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിൽ വന്നെന്ന് പറയാം. കാരണങ്ങൾ കാണോ ഏട്ടാ പഞ്ഞം. കാരണങ്ങൾക്ക് പഞ്ഞൊന്നുമില്ലെങ്കിൽ കൃത്യസമയത്ത് പറഞ്ഞാ മതി. അഥവാ സച്ചു വന്നില്ലെങ്കിൽ അവിടെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാ. പ്രത്യേകിച്ച് വസ്തുത തിരിച്ചു വന്ന ഈ സാഹചര്യത്തില്. നീ ടെൻഷനാവല്ലേ, നമുക്ക് നോക്കാന്നേ. ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാം. ശരി, നീ വേഗം എത്തിച്ചേരാൻ നോക്ക്. നീയും കൂടെ ഇല്ലെങ്കിൽ അവരെന്താ കരുതുക? അമ്മയുമില്ല, നിമിഷയുമില്ല. ഹോസ്പിറ്റലിലെ കാര്യം ആയതുകൊണ്ടല്ലേ. നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഞാനും അങ്ങ് എത്തും. രജിതയോട് പറഞ്ഞേക്കേട്ടോ. ശരി. മോളെ വേഗം, ബസ് ഇപ്പൊ വരുവേ. കഴിഞ്ഞു. ഇവനുണ്ടല്ലോ ഇന്ന് സ്കൂളിൽ പോ മടിയാണെന്ന്. എന്തുപറ്റി സച്ചൂട്ടാ? എന്താ നിനക്കൊരു മടി? അവനെന്ന് എന്റെ കൂടെ ഇരുന്നാ മതിയെന്ന്. ചേച്ചിയുടെ അമ്മയുടെയും കൂടെ ഇരുന്നോളാന്ന് അവൻ എന്നോട് പറഞ്ഞു. അയ്യോ, അത് പറ്റില്ല. മോന് ക്ലാസ് ഉണ്ടല്ലോ, വെറുതെ ലീവ് എടുക്കണ്ട. അതെ, ഇനിയിപ്പൊ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോ, ചേച്ചി സ്കൂളിൽ പോകുമ്പോ സച്ചൂട്ട വീട്ടിൽ ഇരിക്കുവല്ലേ. അപ്പൊ ചേച്ചി കരുതി സ്കൂളിൽ പോവാതിരിക്കുവോ? ഇല്ലല്ലോ, അല്ലേ അമ്മേ? ഇവനെ ഇന്ന് സ്കൂളിൽ വിടുന്നുണ്ടോ? ഇന്ന് പിറന്നാളാണെന്ന് പറഞ്ഞല്ലേ? എടാ, വേഗം ഡ്രസ്സ് മാറ്റേ. അവിടെ എല്ലാരും റെഡിയായിട്ട് നിൽക്കുക. ഇവൻ വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാ, പിന്നെ വെറുതെ ക്ലാസ് കളയണ്ടെന്ന് കരുതി. വരുന്നില്ല എന്ന് ആരാ തീരുമാനിച്ചത്? ഇന്ന് പോണോന്ന് അറിഞ്ഞതുകൊണ്ട് സ്കൂളിൽ വിടാൻ തീരുമാനിച്ചതല്ലേ? മോൻ തന്നെയാ വരുന്നില്ല എന്ന് പറഞ്ഞ. അവൻ ക്ലാസ്സിൽ പോവാന്നും പറഞ്ഞു. ഇവന്റെ കാര്യങ്ങള് സ്വയം തീരുമാനിക്കാൻ മാത്രം വളരുമ്പോ ചോദിച്ചോളാം. തൽക്കാലം വേഗം റെഡിയാകാൻ നോക്ക്. ഞാൻ വരുന്നില്ല. നിന്റെ അമ്മ പറഞ്ഞു തന്നതാവും അല്ലേ? എന്റെ അമ്മയൊന്നും പറഞ്ഞില്ല. ഞാനാ പറഞ്ഞത് വരുന്നില്ല എന്ന്. നിന്റെ അമ്മയല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞാനാ തീരുമാനിക്കുന്നത്. വേഗം ഡ്രസ്സ് മാറ്റിട്ട് അപ്പുറത്തോട്ട് വന്നോ. എല്ലാവരും നിന്നെ വെയിറ്റ് ചെയ്യാ. എനിക്കിന്ന് പരീക്ഷയുണ്ട്. പോയില്ലെങ്കിൽ മിസ് തല്ലും. ആ തല്ലുന്ന മിസ്സിനെ ഞാനോ നിന്റെ അച്ഛനോ വിളിച്ച് സംസാരിച്ചോളാം. കൊഞ്ചാതെ വേഗം ഡ്രസ്സ് മാറ്റി വന്നേ. ഞാൻ പോകുന്നില്ല അമ്മേ, എനിക്ക് വയ്യ. എനിക്ക് സ്കൂളിൽ പോണം. അവൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ നിർബന്ധിക്കുന്ന? അത് അവന്റെ അച്ഛനാ തീരുമാനിക്കുന്നത്. ഞാനേ അവന്റെ അമ്മയാ. കുഞ്ഞിന് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ അവനെ വിടുന്നില്ല എന്ന് അവന്റെ അച്ഛനോട് പറഞ്ഞേക്ക്. നീ പിറകിന്ന് കളിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പുറകിൽ നിന്ന് കളിക്കാനൊന്നും ഞാൻ അത്ര വിദഗ്ധയല്ല. അതിന് കഴിവുള്ള മറ്റു ചിലർ ഇവിടെ ഉണ്ട്. എന്തായാലും എന്റെ മോനെ ഞാൻ വിടുന്നില്ല. അതിന്റെ പേരിൽ ഇവിടെ ഉണ്ടാവുന്ന എന്ത് പ്രശ്നവും ഞാൻ ഫേസ് ചെയ്തോളാം.
തന്റെ മകന്റെ മേലുള്ള അവകാശം സ്ഥാപിക്കാൻ വസുധ സമ്മതിക്കുമോ? രജിതയും ജാനകിയും സനീഷിനോടൊപ്പം ചേരുമ്പോൾ ഒറ്റപ്പെടാൻ പോകുന്നത് ആര്? അമ്മ പേടിക്കണ്ട, ഞാൻ തന്നെ പോയി മോളെ കൂട്ടിക്കൊണ്ടുവന്നോളാം. അമ്മേ, നമുക്ക് നാളെ തന്നെ പോയി മോളെ കൊണ്ടുവരാം. അയിനു മോളെ, ഇനിയും ഇവിടെ തുടരാൻ ഗിരി സമ്മതിക്കുമോ? എല്ലാത്തിനും ഉള്ള ഉത്തരവുമായി വസുധ കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.